മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-നും നന്നായി അറിയാം ഭക്തരെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ ഇത്തവണ പണി പാളുമെന്ന്. കാരണം ഹിന്ദു വോട്ടുകളിൽ തന്നെ BJPക്ക് എൻബ്ലോക്കായി ആ വോട്ടുകൾ എത്തപ്പെട്ടാൽ CJP രഹസ്യ ബാന്ധവം, അതായത് BJPയും CPIM-ഉം തമ്മിൽ ഇപ്പോൾ നടക്കുന്ന രഹസ്യ ബാന്ധവം, ആ കളി കാര്യമാകും. CPIM-ന് ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടും. ഉദാഹരണം ആലപ്പുഴയിലും ആറ്റിങ്ങലിലും പ്രകടമായിരുന്നു. രണ്ട് ഈഴവ സ്ഥാനാർത്ഥികൾ ശോഭാ സുരേന്ദ്രനും V മുരളീധരനും ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ചപ്പോൾ CPIM-ന്റെ വോട്ടുകൾ വലിയ തോതിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു. ആലപ്പുഴയിൽ AM ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പല നിയോജക മണ്ഡലങ്ങളിലും തള്ളപ്പെടുകയും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലും അതുപോലെ കാട്ടാക്കടയുമൊക്കെ CPIM-ന്റെ വോട്ടുകൾ എൻബ്ലോക്കായി V മുരളീധരൻ വിഴുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതോടുകൂടി പിണറായി വിജയൻ ബേജാറിലായിരിക്കുകയാണ്. ഭരണം കിട്ടുമോ അതോ CPIM-ന്റെ വോട്ട് ബാങ്കിൽ BJP വിള്ളലുണ്ടാക്കുമോ? കാരണം CPIM-ന്റെ വോട്ട് ബാങ്കിൽ OBC വിഭാഗം, പ്രത്യേകിച്ചും അതിൽ ഏറ്റവും ശക്തിദുർഗം എന്ന് പറയുന്ന ഈഴവരുടെ വോട്ടുകളാണ്. CPIM-ന് എക്കാലത്തും ഈഴവരുടെ വോട്ടുകൾ വളരെ പ്രാധാന്യമാണ്. എന്നാൽ CPIM-ന് ആ വോട്ട് ബാങ്ക് നഷ്ടമാകുമോ എന്ന ഭയമുണ്ട്. അതുപോലെ തന്നെ NSS-നെ പിണക്കുന്നതും ശരിയല്ല. NSS-ന്റെ ജനറൽ സെക്രട്ടറിയായ G സുകുമാരൻ നായരുടെ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അലട്ടുമ്പോൾ അവിടെ CPIM-ൽ നിന്നും സഹായം പറ്റിക്കൂടാൻ സുകുമാരൻ നായർ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് NSS-ഉം SNDP-യും CPIM-ന് കൊടുക്കുന്ന പിന്തുണ വലിയ തോതിൽ അവർക്ക് ശക്തി പകരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാർ അതിനെ ഒരു രീതിയിലും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആളൊഴിഞ്ഞ കസേരകളാണ് പലയിടത്തും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം വലിയ തോതിൽ CPIM രാഷ്ട്രീയ ലാഭത്തിന്, നേട്ടത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല എന്ന് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഷാഫിക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും നിരവധിയായ ട്രോളുകൾ ഉയർത്തിക്കൊണ്ട്, സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിയിങ് നടത്തിക്കൊണ്ട് കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി കളയാം. വളരെ ചെറുപ്പത്തിലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് 3 തവണ MLA-യും വടകരയിൽ നിന്നും 1.25 ലക്ഷം വോട്ടിന് ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തുകയും ചെയ്ത ഷാഫി പറമ്പിലിനെ അംഗീകരിക്കാൻ CPIM-ന് ഒരു മടി കാണും. സ്വാഭാവികമാണ്. കാരണം അത്രയേറെ CPIM ഈ മനുഷ്യനെയും രാഹുൽ മാങ്കൂട്ടത്തെയും ഭയക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി അവരോട് വെറുപ്പുമുണ്ട്. അതൊന്നും CPIM-ന് ഗുണകരമല്ല. കൂടുതൽ CPIM-ന്റെ വികൃതമായ ഈ മുഖം മൂടി എക്സ്പോസ്ഡ് ആവുകയാണ് എന്ന് ഷാഫി പറമ്പിൽ തുടക്കം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആക്രമിക്കാൻ, അതുപോലെ തന്നെ എതിരാശയം പ്രകടിപ്പിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനും, അതും TP ചന്ദ്രശേഖരനെ പോലുള്ളവരെ കയ്യാങ്കളിയിലൂടെ നേരിട്ട് അവരെ ഏറ്റവും പൈശാചികമായി വെട്ടിനുറുക്കാനും ശ്രമിക്കുന്ന ഈ നരാധവന്മാരെ പുറം ലോകം അറിയിക്കുന്ന രീതിയിൽ വിളിച്ച് പറയുന്ന ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒരു സെക്കൻഡ് എൻട്രിയാണ് ഇപ്പോൾ CPIM-നെ ഭയചകിതരാക്കുന്നത്.